അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരത്തെ പുറത്തു വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പമുള്ള ചില ഫോട്ടോകളാണ്, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധമാണ് അടൂർ പ്രകാശിനെ ഇപ്പോൾ ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കാനുള്ള കാരണമെന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ. പോലീസ് ക്വാർട്ടേഴ്സിൽ 2 മണിക്കൂർ മുമ്പ് അദ്ദേഹം ഹാജരാകുന്നു. ഇപ്പോൾ ഏറെക്കുറെ 2 മണിക്കൂർ പിന്നിടുന്നു. SIT അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന നടപടി 2 മണിക്കൂർ പിന്നിടുമ്പോൾ ഈ ചോദ്യം ചെയ്യൽ എത്ര സമയം വരെ നീളും? ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കുമോ അതോ അറസ്റ്റിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന ചോദ്യങ്ങളിൽ ഉയരുന്ന മണിക്കൂറുകൾ കൂടിയാണ്. എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്നതിന് ശേഷം അതിൻ്റെ അന്വേഷണം തുടങ്ങി 4 മാസങ്ങൾ പിന്നിടുമ്പോഴാണ് അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നത്. ഇതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന് പുറത്ത് ഇദ്ദേഹവുമായി ഒപ്പമുള്ള ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും ഇതേ രീതിയിൽ SIT ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അടൂർ പ്രകാശ് UDF കൺവീനർ ഒപ്പം ആറ്റിങ്ങൽ MP കൂടിയായിട്ടുള്ള അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എങ്ങനെയാണ്, ഇദ്ദേഹവുമായുള്ള പരിചയം, ഈ പരിചയത്തിൻ്റെ പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അടൂർ പ്രകാശ് എന്തെങ്കിലും ഇൻവോൾവ്മെൻറ്റോ ബന്ധമോ ഉണ്ടോ? ഇത്തരം ചോദ്യങ്ങളിലൊക്കെയുള്ള മറുപടിയാണ് നിലവിൽ അടൂർ പ്രകാശിൽ നിന്ന് SIT പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്ത് മറുപടിയായിരിക്കും അടൂർ പ്രകാശിന് SITയോട് പറയാനുണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിജോ വി ജോണും ഒപ്പം വിജിൻ മായാന്തോടുമാണ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത്. സിജോയിലേക്ക് പോകുന്ന സിജോ, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ തന്നെയാണ് ഉള്ളത്. എത്ര സമയം ഈ ചോദ്യം ചെയ്യൽ നീളാനിടയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? പുറത്തേക്ക് വരുമ്പോൾ നിശ്ചയമായും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇടയുണ്ട്. എന്താണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ നിൽക്കുമ്പോൾ നൽകാൻ കഴിയുന്ന അപ്ഡേറ്റ് സിജോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ സമയം SIT ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. രാവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി SIT ഓഫീസിൽ എത്തിയിരുന്നു, പ്രത്യേകാന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വന്നതായി ചില സൂചനകളുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കുള്ള വിവരങ്ങളായിട്ടില്ല. അല്പസമയത്തിന് തന്നെ അതിൽ നമുക്കൊരു സ്ഥിരീകരണം നൽകാൻ സാധിക്കും. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അതിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന അതേ സമയം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും വിവരങ്ങൾ തേടുക എന്നുള്ളതാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഒരു കൃത്യത, ഒരു വ്യക്തതയൊക്കെ വരുത്താൻ സാധിക്കുമെന്ന് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരെയും ഒരേ സമയമുള്ള ചോദ്യം ചെയ്യലിലേക്ക് പോവുകയും ചെയ്യുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല, അക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. രാവിലെ ഇഞ്ചക്കൽ ഓഫീസിലോട്ട് വരാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. അത് പ്രകാരം ഇഞ്ചക്കൽ ഓഫീസിലേക്ക് വരികയും ചെയ്തിരുന്നു. നമ്മൾക്ക് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിരിക്കുന്ന ഒരു വാഹനം, അവിടെ നിന്ന് വന്നതായി സംശയിക്കുന്ന ഒരു വാഹനം നമ്മൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയോ എന്നുള്ളത് തീർച്ചയായിട്ടും സംശയമുണ്ട്. എന്തായാലും ആ കാര്യത്തിൽ ഒരു വ്യക്തത അല്പസമയത്തിന് തന്നെ നൽകാൻ സാധിക്കും. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാനാണ് സാധ്യത എന്നാണ്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള അടൂർ പ്രകാശിന്റെ ബന്ധത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അടൂർ പ്രകാശ് ഒരു കാര്യം പറയുമ്പോൾ അതൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒപ്പമുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ആ വിവരങ്ങളിൽ, ആ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താൻ സാധിക്കും. അപ്പോൾ ആ ഒരു കണക്കുകളോട് കൂടിയാണ് എന്തായാലും രണ്ടുപേരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി എന്തെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം വിവരങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് അടൂർ പ്രകാശ് പറയുന്നതെങ്കിൽ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒപ്പമുണ്ടെങ്കിൽ അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്താൻ പറ്റും, കൃത്യത വരുത്താൻ പറ്റും. ആ ഒരു കണക്കൂട്ടലിനാണ് എന്തായാലും അന്വേഷണ സംഘത്തിലേക്ക് ഉള്ളത്. എന്തെങ്കിലും തരത്തിൽ അപ്പം നമ്മൾ പ്രതീക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. വെറുതെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്തു പോകുന്നതിന് അപ്പുറത്തേക്ക് കുറച്ചുകൂടി ഗൗരവത്തിലേക്ക് SIT ഈ ചോദ്യം ചെയ്യൽ നീങ്ങുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി പ്ലാൻഡ് ആയിട്ട് ഈ ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലോ കാര്യങ്ങളോ സഹായമോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചെയ്തു നൽകിയതായി വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ നമ്മൾ കണ്ടതാണ്, കുറേ ദിവസങ്ങളായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ അടൂർ പ്രകാശും തമ്മിലുള്ള ചിത്രങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നത്. ആ ചിത്രത്തിനപ്പുറത്തേക്ക് ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് SIT വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. ആ തെളിവുകൾ കൂടി അടിസ്ഥാനത്തിലാണ് SIT കൃത്യമായ ചോദ്യങ്ങൾ തയ്യാറാക്കി ഇപ്പോൾ
അടൂർ പ്രകാശിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് SIT മുന്നോട്ട് പോകുന്നത്.